അങ്ങേ പോലൊരു സ്നേഹിതനില്ലേ, അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേ. എൻ്റെ രൂപതയിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ട്രാൻസ്ഫറിൻ്റെ അവസാനത്തെ ദിവസം. ഞായറാഴ്ചയാണ് അവസാനമായി പുതിയ ചാർജ് എടുക്കേണ്ടവരൊക്കെ ചാർജ് എടുക്കേണ്ടതും ട്രാൻസ്ഫർ മാറേണ്ടവരൊക്കെ മാറേണ്ടതുമായ അവസാന ദിവസം. എനിക്ക് പരിചിതമുള്ള ചില അച്ഛന്മാരുടെയൊക്കെ ട്രാൻസ്ഫർ സ്വീകരിച്ച ആ ദിവസം അവരുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലൊക്കെ പോകാനിടയായി. ഈ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ സമയത്ത് പല ഇടവകളിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ചില വികാരിയച്ഛൻ പോകുന്നതിനെ ഓർത്ത് ജനങ്ങളൊക്കെ ഒത്തിരി ഈറനണിഞ്ഞ കണ്ണുകളുമായിട്ട് ഹൃദയത്തിൽ ഒത്തിരി നൊമ്പരമായിട്ടൊക്കെ നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഒത്തിരി വേദനയോടെ അവരവരുടെ വികാരിയച്ഛനെ യാത്രയാക്കുന്നു. മറ്റ് ചില ഇടവകളിൽ പുതിയ വികാരിയച്ഛൻ ഒത്തിരി കഴിവുണ്ടെന്നും ഒത്തിരി കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമെന്നൊക്കെ അറിയുമ്പോൾ ആ അച്ഛനെ സ്വീകരിക്കാനുള്ള സന്തോഷവും ചില ഇടവകളിൽ മനുഷ്യരുടെ മുഖത്തുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛന്മാർ അവസാനം അവരെ നോക്കി പറയുന്ന വാക്കുകളൊക്കെ വളരെ മനോഹരമാണ്. ചില വൈദികരൊക്കെ വളരെ മനോഹരമായി അവർ പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഉത്തരവാദിത്തം വളരെ നന്നായിട്ട് ചെയ്തു. പുതിയ വികാരിയച്ഛനെ നിങ്ങൾ എന്നെ സ്നേഹിച്ചതുപോലെ, എന്നെ ബഹുമാനിച്ചതുപോലെ അവരെയും ബഹുമാനിക്കണം. ഇങ്ങനെ പറഞ്ഞ് അവരവരുടെ സ്ഥാനം എത്ര മനോഹരമായിട്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. ഇനി മുതൽ അവരുടെ ഇടമല്ല എന്നും പുതിയ ആളുടെ ഇടമാണെന്നും അറിഞ്ഞുകൊണ്ട് വളരെ സുന്ദരമായി തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകുന്ന നിരവധിയായ വൈദികരുടെ ജീവിതവും വാക്കുകളും എന്നെ ഒത്തിരി സ്പർശിച്ചു. ഇന്നത്തെ ഗോസ്പല് അങ്ങനൊരു സെൻഡ് ഓഫും പുതിയൊരു അപ്പോയിൻമെൻറ്റുമാണ്. യേശു സ്വർഗത്തിലേക്ക് പോവുകയാണ്. പോകുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ മുമ്പിലുള്ള തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ചില അഷുറൻസ് കൊടുക്കുകയാണ്. ആ അഷുറൻസൊക്കെ ഒരു സെൻഡ് ഓഫ് സമാനമായ വാക്കുകളും പുതിയൊരു അപ്പോയിൻമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാവുന്ന കാര്യമാണ്. യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഞാനിപ്പോൾ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ദുഃഖപൂരിതമാണ്. എങ്കിലും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് സഹായകൻ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇങ്ങനെ തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് വളരെ മനോഹരമായ പിന്നിലേക്ക് വലിഞ്ഞുകൊണ്ട് തൻ്റെ സഹായകനെ മുന്നിലേക്ക് എത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ മനോഹരമായ വാക്കുകൾ. ഇങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ്. ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇറ്റ് ഈസ് നോട്ട് മൈ പ്ലേസ്, ഇനി ഇതെൻ്റെ സ്ഥലമല്ല. അങ്ങനെ ഇത്രയും നാളും എൻ്റേതെന്ന് അവകാശപ്പെട്ട ചില കാര്യങ്ങളിൽ ഇനി എൻ്റേതല്ല എന്ന് ചിന്തിക്കേണ്ട ഒരു മനോഭാവം അത്യാവശ്യമാണ്. അങ്ങനെ ആയിരിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത പോലെ തന്നെ വളരെ അത്യാവശ്യമായി വേണ്ടതാണ് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ആത്മാർത്ഥതയും കൂടി. തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് വളരെ സുന്ദരമായി പോകാനുള്ള ഒരു മനസ്സുകൂടി. ഇനി ഇതെൻ്റെ ഇടമല്ല. അത് വലിയൊരു സ്പിരിച്വാലിറ്റിയാണ്. ചിലരെങ്കിലും പുതിയ ആൾക്ക് വഴിയൊരുക്കാതെ പോകുന്ന ചില ഇടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇത് എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു വിവാഹത്തിൻ്റെ കൂദാശ സമയത്ത് വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗമുണ്ടല്ലോ, അതിൽ പറയുന്നത് വളരെ മനോഹരമാണ്. ഇനി പുരുഷൻ മാതാപിതാക്കളെ വിട്ട് അവൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കണം. ചില ഇടങ്ങളൊക്കെ അവൻ്റേതായിരുന്നു, ഇനി അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് എത്തണം. ഒരു ഇടവകയിൽ ഇത്രയും നാൾ സേവനം അനുഷ്ഠിച്ചു, ഇനി ഇതെൻ്റെ ഇടമല്ല, അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറിപ്പോകണം. ചില കോൺവെൻറ്റുകളിൽ നമ്മൾ അവിടെ തന്നെയായിരുന്നു, ഇനി അതെൻ്റെ ഇടമല്ല, പുതിയ ആളുകൾ, പുതിയ മേച്ചിൽപ്പുറം, അവിടത്തേക്ക് പോകണം. ഇങ്ങനെ നിയോഗിക്കപ്പെട്ടിടത്ത് മനോഹരമായി സന്തോഷത്തോടെ പോകാനും പുതിയ ആളെ ഏറ്റവും ഹൃദ്യമായി മുന്നോട്ട് നൽകിയിട്ട് പോകാനുള്ള ഒരു മനസ്സ് അത്യാവശ്യമാണ്. ശരീരവും മനസ്സും ഒരേ ഇടത്തായിരിക്കുക എന്നുള്ളത് ഒരു അപ്പോയിൻമെൻറ്റും ട്രാൻസ്ഫറിലും അത്യാവശ്യമാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ശുശ്രൂഷ മേഖലകളിലൊക്കെ ഇത് വളരെ ദൃഢമായ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് തോന്നുന്നു. എങ്ങനെയാണോ കയറി ചെല്ലാൻ കാണിക്കുന്ന മനസ്സ് പോലെ ഇറങ്ങി വരാനുള്ള മനസ്സുകൂടി അത്യാവശ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയനേ എന്നേശുവേ, നിൻ സാന്നിധ്യം മതി എനിക്ക്. കൃപയിൻ ഉറവിടമേ, നിൻ സ്നേഹം മതി എനിക്ക്. എൻ്റെ ജീവൻ്റെ ജീവനാമെന്നേശുവേ, നിൻ തണലിൽ ഞാൻ നിന്നിടട്ടെ. എൻ്റെ പ്രാണന്റെ പ്രാണനാമെന്നേശുവേ, തിരുമാറിൽ ഞാൻ ചാരിടട്ടെ.
നാഥ നീ എൻ സ്വന്തമല്ലേ പ്രാണപ്രിയ നീ എൻ സർവവുമേ. പമ പഗ മഗനി സ പമ പമ പഗ മസ പമ പഗ മസനി പമ പമ പഗ മസ. ദൂരെയായലഞ്ഞു തളർന്ന നേരം നീ എൻ ചാരേ ഓടിയാടുത്തു നിന്മാർവോടു ചേർത്തതല്ലേ. പെറ്റമ്മ മറന്നാലും ഈ ലോകം വെറുത്താലും പ്രിയനേ നീ എന്നെ മറക്കുകയില്ല. പെറ്റമ്മ മറന്നാലും ഈ ലോകം വെറുത്താലും പ്രിയനേ നീ എന്നെ മറക്കുകയില്ല. അങ്ങേ പോലൊരു സ്നേഹിതനില്ലേ, അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേ. അങ്ങേ പോലൊരു സ്നേഹിതനില്ലേ, അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേ. പ്രിയനേ എന്നേശുവേ നിൻ സാന്നിധ്യം മതി എനിക്ക്. കൃപയെന്നുറവിടമേ നിൻ സ്നേഹം മതി എനിക്ക്. ക്രൂശതിൽ നീ പീഡകളേറ്റതല്ലേ, നിൻ മരണത്താൽ നിത്യജീവനെ ദാനമായി നൽകിയില്ലേ. എന്തു ഞാൻ നൽകും ഈ സ്നേഹം ഓർത്താൽ, പ്രിയനേ ഞാൻ പൂർണ്ണമായി നൽകിയിടുന്നേ. എന്തു ഞാൻ നൽകും ഈ സ്നേഹം ഓർത്താൽ, പ്രിയനേ ഞാൻ പൂർണ്ണമായി നൽകിയിടുന്നേ. ഈ സ്നേഹം മാറാത്ത സ്നേഹം, ഈ ബന്ധം നിത്യതയോളം. ഈ സ്നേഹം മാറാത്ത സ്നേഹം, ഈ ബന്ധം നിത്യതയോളം. പ്രിയനേ എന്നേശുവേ നിൻ സാന്നിധ്യം മതി എനിക്ക്. കൃപയിൻ ഉറവിടമേ നിൻ സ്നേഹം മതി എനിക്ക്. എൻ്റെ ജീവൻ്റെ ജീവനാമെന്നേശുവേ നിൻ തണലിൽ ഞാൻ നിന്നിടട്ടെ. എൻ്റെ പ്രാണന്റെ പ്രാണനാമെന്നേശുവേ തിരുമാറിൽ ഞാൻ ചാരിടട്ടെ. നാഥ നീ എൻ സ്വന്തമല്ലേ പ്രാണ